അധികാരത്തിന്റെ ഈറ്റില്ലമായി BJP-യെ ഒരിക്കലും കൈവിടില്ല എന്ന് അവർ ഉറപ്പിച്ച മേഖല ഗുജറാത്ത് മാത്രമായിരുന്നു. ഒന്ന് ആലോചിക്കുക, ആ ഗുജറാത്തിൽ തന്നെ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് കോൺഗ്രസ് അംഗം കുറിക്കുകയാണ്. 10 കൊല്ലത്തിനിപ്പുറത്തേക്ക് കൃത്യമായി ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാക്കിയെടുക്കാൻ ഗുജറാത്തിൽ കഴിയുമെന്ന പ്രത്യാശ അവർക്കുണ്ട്. 2017 കോൺഗ്രസ് ഇഞ്ചോടിഞ്ച് പൊരുതി നേടിയത് നമുക്കറിയാം. അന്ന് BJP-യെക്കാളും ഏരിയ വൈസ് നോക്കുമ്പോൾ കൃത്യമായി കോൺഗ്രസിന്റെ കൃത്യമായ മുന്നേറ്റം ഉണ്ടായിരുന്നു. നഗരഹൃദയങ്ങളിലുള്ള ഏതാനും ചില മണ്ഡലങ്ങളിൽ ഉണ്ടായ മുന്നേറ്റം മാത്രമാണ് BJP അന്ന് അധികാരത്തിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം, വിജയ് റൂപാണിയുടെ മരണം, അത് BJP നേതൃത്വം വളരെ വ്യക്തമായി അന്വേഷിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഭൂപീന്ദർ ഭായ് പട്ടേൽ അടക്കമുള്ള നേതാക്കൾ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചതിന് ശേഷം വിജയ് റൂപാണിയെ എന്തുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കാനോ സംസ്ഥാന നേതൃത്വത്തിൽ പ്രധാനിയാക്കാനോ ഒന്നും BJP നേതൃത്വമോ അമിത്ഷായോ തയ്യാറായില്ല? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നേരത്തെ തന്നെ ജിഗ്നേഷ് മെവാനി അടക്കമുള്ളവർ ചോദിച്ചു. പട്ടീദാർ പ്രക്ഷോഭ നായകനായിരുന്ന ഹാർദിക് പട്ടേൽ പെട്ടെന്ന് എങ്ങനെയാണ് അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറിയതെന്ന് നമുക്കറിയാം. BJP വെച്ചു നീട്ടുന്ന ഓഫറുകൾ, BJP-യുടെ ഭീഷണികൾ, BJP പലയിടത്തും നടത്തുന്നത് ചതുരുപായങ്ങളാണ്. സാമന്താനം ഭേദം ദണ്ഡം എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള ചതുരുപായങ്ങൾ BJP ശ്രമിക്കും. ആദ്യം അപേക്ഷ, പിന്നീട് വിരട്ടൽ, ഇതൊക്കെ BJP പലതവണയായി ശ്രമിക്കുന്നുണ്ട്. ഗുജറാത്തിലെ ആം ആദ്മിയുടെ കൃത്യമായിട്ടുള്ള ഇന്റർഫിയറൻസ് തന്നെയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിനെ ഇത്രയധികം നഷ്ടക്കെണിയിലേക്ക് ആഴ്ത്തിയത്. ശരാശരി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഏതവസരത്തിലും 50 60 സീറ്റുകളൊക്കെ അനായാസം നേടിക്കൊണ്ടിരുന്ന കോൺഗ്രസ് 20-ലും താഴേക്ക് ചുരുങ്ങിയത് ആം ആദ്മിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയായിരുന്നു. അതായത് ആം ആദ്മി BJP-യുടെ ബി ടീമായി പലയിടത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആം ആദ്മിയെ കൃത്യമായി തളയ്ക്കുക. അതിനുവേണ്ടി BJP ഇപ്പോൾ ഉപയോഗിക്കുന്ന പന്ന പ്രമുഖ് പോലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ഇന്റഗ്രേറ്റ് ചെയ്ത് ഓരോ മേഖലകൾ തിരിച്ച് കേഡർ സംവിധാനത്തിൽ കൊണ്ടുവരാനാണ് ജിഗ്നേഷ് മെവാനി അടക്കമുള്ളവർ ശ്രമിക്കുന്നത്. ഗുജറാത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായാൽ അത് മറ്റുള്ള പ്രദേശങ്ങളെ ബാധിക്കും. എവിടെ വെച്ചാണോ അവർ ശക്തി പ്രാപിച്ചത് അവിടെ തന്നെ അവരുടെ ശക്തി ദുർഗത്തിൽ തന്നെ തട്ടുകൊടുക്കുക. ഒരു തട്ടുകേട് ഉണ്ടാക്കിയാൽ അത് വലിയ അനന്തര ഫലമുണ്ടാക്കുമെന്ന തിരിച്ചറിവ് AICC നേതൃത്വത്തിനുണ്ട്.